ന്യൂ ഇയർ ആയിട്ട് രാവിലെ പള്ളിയിൽ പോയാലോ? എൻ്റെ 2025 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാട്ടോ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിഷ്ടപ്പെട്ട 2 പേരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹാപ്പി ആയിട്ട് കോൺവെർസേഷനിലാണ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എൻഡ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ 2026 അതിലും സ്പെഷ്യലാക്കി സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ പള്ളിയിലേക്ക് ഇറങ്ങിയത്. ശരിക്കും കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ന്യൂ ഇയറിന് പള്ളിയിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജോബിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ അൺസർട്ടനിറ്റി ഇഷ്യൂസൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു പോയിട്ടുണ്ടെങ്കിലും ഈ വർഷം വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് നേരെ പള്ളിയിലേക്ക് വിട്ടത്. അങ്ങനെ പള്ളിയിൽ പോയിട്ട് ഒരുപാട് നല്ല ഹാപ്പി ഫേസസും ഒരുപാട് നല്ല വിഷസൊക്കെ ആയിട്ട് വളരെ ഹാപ്പിയായി പോസിറ്റീവായിട്ടാണ് കേട്ടോ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും രാവിലെ പള്ളിയിൽ പോയി നന്നായി എന്ന് എനിക്ക് തോന്നി. കാരണം ആ ഡേ ഭയങ്കര ബ്യൂട്ടിഫുള്ളായി. ശേഷം വീട്ടിൽ വന്ന് ഫുഡെല്ലാം കഴിച്ചു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ഓൺലൈൻ ക്ലാസ്സൊക്കെ വളരെ റെഗുലറായിട്ട് പങ്ക്ച്വലായിട്ടും നടത്താൻ പറ്റി. അങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഈ ഒരു നിമിഷം വരെ. ശരിക്കും ഇത്രയും നല്ലൊരു ഡേയും സ്റ്റാർട്ടും ഒക്കെ തന്ന ദൈവത്തിന് വേണം ആദ്യം താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട്. അത് ചെയ്തു തുടങ്ങിയത് കൊണ്ടാണെന്ന് മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ്സ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷിക്കുന്നത് കൊണ്ട് തന്നെ ഈ ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിലേക്ക് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ഭയങ്കര വലുതാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.